ഹായ് ഫ്രണ്ട്സ്, ആദി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1000 സബ്സ്ക്രൈബിൽ താഴെയാണോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും വാച്ച് അവറോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൗണ്ടോ ഒന്നും തന്നെ നിങ്ങൾ ഓർത്ത് യാതൊരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതോർത്ത് ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുക, നിങ്ങളുടെ വീഡിയോയുടെ കണ്ടന്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതായത് കറണ്ട് സിറ്റുവേഷനുള്ള കണ്ടന്റ് മാക്സിമം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീഡിയോ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോ വൈറലാവാനും വ്യൂസ് കൂടാനും അത് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചാനൽ വീഡിയോ ഇടുമ്പോൾ ആഴ്ചയിൽ ഒരു ഡെയിലി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഡെയിലി ഇടാനുള്ള സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. പലരും പല തിരക്കുകളുടെ ഇടയിലും അതിനുശേഷം വരുന്ന സമയങ്ങളൊക്കെ കണ്ടെത്തിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ആഴ്ചയിൽ 3 ഇടാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കണം. അത് നമ്മൾ നിലവിലുള്ള ഇപ്പോഴത്തുള്ള സാഹചര്യത്തിൽ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ, കൂടുതൽ വൈറലായിട്ടുള്ള കണ്ടന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ ചാനൽ ഗ്രോ ആവാനും അതിൽ കൂടെ സബ്സ്ക്രൈബ് കൂടാനും വ്യൂസ് കൂടാനും നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ഇടുന്ന സമയം, ഉദാഹരണത്തിന് ഞാൻ ഇന്നൊരു വീഡിയോ രാവിലെ 10 മണിക്കിട്ടു, നാളൊരു വീഡിയോ ഉച്ചയ്ക്ക് 12 മണിക്കിട്ടു, അല്ലെങ്കിൽ അടുത്ത് ഞാൻ പിന്നെ ഇടുന്നത് വൈകുന്നേരത്തിട്ടു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വീഡിയോ ഇടാൻ ശ്രമിക്കരുത്. നമ്മൾ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഒരു ടൈം കീപ്പ് ചെയ്ത്, എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം 5 മണി, 5:30, 7, 7:30 ഇങ്ങനെയൊക്കെയുള്ള ടൈമുകളിൽ വീഡിയോ ഇടുകയാണെങ്കിൽ കൂടുതൽ വ്യൂസ് കയറാനുള്ളതും പറ്റും. പകൽ സമയത്ത് എല്ലാവരും തന്നെ ഓരോരോ ജോലിയിലും അതുപോലുള്ള ഓരോ കാര്യങ്ങളിലും മാറുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ പെട്ടെന്ന് യൂട്യൂബിൽ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത ഉടനെ പെട്ടെന്ന് അത് ആളുകളുടെ നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് എത്തിയാൽ പോലും അവർക്കത് ഓപ്പൺ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അവർ ഫ്രീ ആവുന്ന ടൈമുണ്ട്, വൈകുന്നേരം ഒരു 5:30-ക്ക് ശേഷം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്, അല്ലെങ്കിൽ ഒരു 7:30 അങ്ങനെയൊക്കെ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിച്ച് ആവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ടൈം നോക്കി ഇടുകയും നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയും ആ ടൈം കീപ്പ് ചെയ്ത് ഇടാനും ശ്രമിക്കണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മൾ ഇഷ്ടപ്പെട്ടു വരുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ഇന്ന ടൈമിൽ ഇടും എന്ന് അവർക്കൊരു ആ സമയം അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം നോക്കി അവർ നമ്മുടെ വീഡിയോ കാണാനും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പേര് കാണും. നമ്മൾക്ക് തോന്നിയ പല സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബറിലേക്ക് എത്തണം എന്നില്ല. അതുകൊണ്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചാനൽ ഏത് കാറ്റഗറിയിൽ ഉള്ളതാണെന്ന്, ഉദാഹരണത്തിന് മ്യൂസിക് ചാനലുകളുണ്ടാകും, ടെക് ചാനലുകളുണ്ടാകും, അല്ലെങ്കിൽ കുക്കറി ചാനലുണ്ടാകും, അങ്ങനെ ഫാഷൻ ചാനല്, ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ചാനലുകൾ ഉണ്ടാകും. നമ്മൾ നിലവിൽ നല്ല രീതിയിൽ വൈറലായിട്ട് നിൽക്കുന്ന കണ്ടന്റുകൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കാറ്റഗറി ഏതാണോ, നമ്മുടെ സെയിം കാറ്റഗറിയിലുള്ള ഒരുപാട് വലിയ ചാനലുണ്ടാകും. ആ ചാനലിലേക്ക് കയറിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീഡിയോസൊക്കെ കാണുക, അത് വാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഓരോരോ കണ്ടന്റുകൾ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും.
അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്ത് വീഡിയോ ചെയ്യണം എന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് വരാതെ നമുക്ക് കണ്ടന്റുകൾ തന്നെ അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുന്ന കണ്ടന്റുകൾ അവരത് അവതരിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ശൈലിയൊക്കെ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ശൈലിയും കൂടി നിങ്ങളുടെ അവതരണ ശൈലിയും കൂടി അതിലകത്തോട്ട് ഇമ്പോർട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാകാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് 10 വ്യൂസ് ആയിരിക്കും, 20 വ്യൂസ് ആയിരിക്കും, 30 വ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അതിനൊന്നും നമ്മൾ ഒരിക്കലും തളരരുത്. നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ ഒരു ടൈമാണ്, ഒരു ലക്ക് എന്നൊക്കെ പറയും. ഇതിപ്പം ചില വ്യക്തികളുടെ ചാനൽ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വൈറലാകുന്നത് പോലെയുണ്ട്. അതൊക്കെ അവരുടെ ലക്ക് പോലെയൊക്കെ ആണ് അങ്ങനെ ആവുന്നത്. ഇപ്പോൾ നമ്മളുടെ ടൈം എങ്ങനെയാണോ അതുപോലെ 10 വീഡിയോ ഇട്ട് 100 വീഡിയോ ഇട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കയറി ഒന്ന് ക്ലിക്കാവുന്നത്. അപ്പോൾ പല വീഡിയോസിന് വ്യൂസ് കൂടുന്നതും പെട്ടെന്ന് ചാനൽ വ്യൂസ് കയറുന്നതും നിങ്ങൾ ഒരിക്കലും വീഡിയോ നിർത്താനായിട്ട് ശ്രമിക്കരുത്. ചിലപ്പോൾ നമ്മൾക്ക് തോന്നാം ഞാൻ വീഡിയോ ഇട്ട് 10 വ്യൂസ് 20 വ്യൂസ് എന്നൊക്കെ വരും. പക്ഷെ പിന്നീട് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ മടുത്തു പോകും. അങ്ങനെയൊന്നും തളരാതെ ഓരോ ദിവസവും നിങ്ങളുടെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. എപ്പോഴാണ് ഒരു വീഡിയോ വൈറലാകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വ്യൂസ് കുറഞ്ഞു അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് കയറുന്നതും വളരെ സ്ലോ ആയിട്ടായിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തുടരെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാലും നമ്മുടെ സബ്സ്ക്രൈബ് കയറുന്ന അനുസരിച്ച് നമുക്കൊരു വ്യൂസ് പെട്ടെന്ന് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ വീഡിയോ ഇടാതിരിക്കരുത്. ഞാൻ മെയിനായിട്ട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് കയറുന്നത് ഒറ്റയടിക്ക് തന്നെ 1000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 4000 വാച്ച് അവർ ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് കൂടുന്നില്ല എന്ന് കണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വീഡിയോ നിർത്താനായിട്ട് ശ്രമിക്കരുത്. അല്ലെങ്കിൽ വാച്ച് അവർ കൂടുന്നില്ല എന്ന് കരുതി നിർത്താനായിട്ട് ശ്രമിക്കരുത്. ഓരോരോ വീഡിയോകളും ഓരോ ദിവസം ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കും. അത് അവസാനം നിങ്ങൾക്ക് മോണിറ്റേഷനായി കിട്ടുകയും നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഈ ഒരു യൂട്യൂബ് തുടങ്ങുന്നത് അതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. ഓരോ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളുടെ വീഡിയോയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേണ്ടത് ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്ന കണ്ടന്റുകൾ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുക. ഒരു പുതിയ ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങി പുതിയ സെറ്റിങ്സ് ഒക്കെ വാങ്ങി അങ്ങനെയൊന്നും നിങ്ങളുടെ കാശ് കളഞ്ഞ് യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മുടെ കയ്യിലുള്ള സെറ്റിങ്സുകൾ വെച്ച് നമ്മുടെ മൊബൈൽ ക്യാമറകൾ വെച്ച് തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോകൾ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇടാൻ തന്നെ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ വീഡിയോ അത്യാവശ്യം ക്വാളിറ്റിയിലും നിലവിലുള്ള വൈറൽ കണ്ടന്റുകൾ ചെക്ക് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത് പറയാനുള്ളത്, നമ്മളുടെ ചാനൽ വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ കുറവാണ് എന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ പിന്തിരിയാതെ നിങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരു നാൾ നിങ്ങൾ എന്തായാലും വിജയിക്കുക തന്നെ ചെയ്യും. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.